ഇപ്പോൾ ഫാദർ ലിജോ നമുക്കൊപ്പമുണ്ട്. ഫാദർ ലിജോ, ഗുഡ് ഈവനിങ് ലിജോ. എങ്ങനെയുണ്ട് ഫാദർ? ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഫാദർ? ഇപ്പം ഐ എം ഓക്കെ. സംഭവിച്ചതാണ് ഇന്നലെ വൈകുന്നേരം ഞങ്ങള് എന്റെ ഇടവകയുടെ കീഴിലുള്ള ഒരു ഗംഗാധർപൂർ എന്നുള്ള ഒരു വില്ലേജില് കുർബാനയ്ക്ക് പോയി. അവിടെ അവർ സാധാരണ ഒരു ഡെത്ത് ആനിവേഴ്സറി, ചരമവാർഷികം ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ആ രീതിക്ക് അവർ ഇന്നലെ ടൈം ഫിക്സ് ആക്കി. അപ്പം ഇന്നലെ മഴയായത് കാരണം 4 മണി എന്നുള്ളത് 5 മണിയാക്കി. അവിടെ ചെന്ന് ആൾക്കാരൊക്കെ വന്നപ്പോൾ അത് 6:30-7 മണിയായി കുർബാന തുടങ്ങിയപ്പോൾ. അപ്പൊ അങ്ങനെ അവിടെ കുർബാന അർപ്പിച്ച് അവരുടെ സമാധിയിലൊക്കെ ചെന്ന് പ്രാർത്ഥിച്ച് ആ വില്ലേജിൽ ഒരു 9 ഫാമിലീസ് ആണ് നമ്മുടെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള. അപ്പൊ അവരെല്ലാരും കൂടിയിട്ടുണ്ടായിരുന്നു. അവർ എല്ലാവരും ചോദിച്ചോട്ടെ, നമ്മൾ കുർബാന കൂടാൻ പോയ വീട് ക്രിസ്തുമത വിശ്വാസിയുടെ തന്നെയല്ലേ? മറ്റൊരു മതവിശ്വാസിയുടേതല്ലോ? നമ്മുടെ ക്രിസ്തുമത വിശ്വാസിയുടേതാണ്. നമ്മുടെ ഇടവകയിൽ തന്നെയുള്ള അഥവാ ക്രിസ്തുമത വിശ്വാസികളായ കുടുംബത്തിന്റെ ഭാഗമായിട്ടാണ് പോയത്. അതെ. നമ്മുടെ പാരീഷണറാണ്. നമുക്ക് 9 ഫാമിലീസ് കുറെ വർഷങ്ങളായിട്ട് അവിടെയുണ്ട്. അവരുടെ ഒരു വീട്ടിലാണ് പോയത്. അപ്പോൾ എന്ത് സംഭവിച്ചു ഫാദർ? അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഇടവക പാരീഷിന്റെ ജൂബിലി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് ഡിസ്കഷനൊക്കെ ഉണ്ടായിട്ട് ഒരു 9 മണി കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പൊ ആ വില്ലേജിൽ നിന്ന് അവിടുത്തെ ഗ്രാമത്തിൽ നിന്ന് ഇത്തിരി പുറത്തേക്ക് വന്ന് ഞങ്ങളുടെ വണ്ടിയൊക്കെ കിടക്കുന്ന അവിടുന്ന് വന്ന് വണ്ടിയെ കയറി കുറച്ച് മുമ്പോട്ട് വന്നപ്പോ ഈ BJP എന്ന് വെച്ചാൽ ബജ്റംഗ് ദൾ ഗ്രൂപ്പ് അവരവിടെ ഒരു 10-80 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവിടെ ഇരുട്ടാണ്, ഒരു ചെറിയൊരു ഫോറസ്റ്റ് നാരോ റോഡാണ്. അപ്പൊ അവരവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങളെ തടഞ്ഞു. മുമ്പിൽ ഒരു ബൈക്കിൽ ഞങ്ങളുടെ ഒരു കാറ്റഗിസ്റ്റ്, ഞങ്ങളെയൊക്കെ സഹായിക്കുന്ന കാറ്റഗിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആളെ ആദ്യം തടഞ്ഞ് അവര് ഈ രാത്രിക്ക് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? അപ്പം ഇത് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ വിളിച്ചായിരുന്നു. അവരുടെ ഡെത്ത് ആനിവേഴ്സറിയുടെ കുർബാനയായിരുന്നു. അപ്പൊ അതിനുവേണ്ടി വന്നതാണ്. നിങ്ങൾ എന്തിനാ, നിങ്ങൾക്ക് ഇവിടെ കാര്യം എന്നാ? ഇവിടെ ആദിവാസികളല്ലേ, ക്രിസ്ത്യൻസ് ഇവര് ക്രിസ്ത്യൻസ് അല്ലല്ലോ. അപ്പൊ അവര് ക്രിസ്ത്യൻസ് ആന്ന് പറഞ്ഞു. അവിടുത്തെ ഇവരുടെ ബഹളം കേട്ടുകൊണ്ട് വില്ലേജിൽ നിന്ന് കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ. അപ്പൊ അങ്ങനെ പിടിച്ച് അവര് അടിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കാറ്റഗറിനെ പിടിച്ച് അടിച്ചു. അതിന്റെ ബൈക്കൊക്കെ നശിപ്പിച്ചു. പിന്നെ ഞങ്ങളുടെ വണ്ടിയിൽ വന്നിട്ട് എല്ലാവരുടെയും മൊബൈൽ പിടിച്ച് വാങ്ങിക്കാൻ പറഞ്ഞു. എന്റെയും ഡ്രൈവറിന്റെയും മൊബൈൽ പിടിച്ച് വാങ്ങിച്ചു. മറ്റവരൊക്കെ പെട്ടെന്ന് തന്നെ സീറ്റിന്റെ അടിയിലേക്ക് ഇട്ട് അത് ഒളിച്ചു വെച്ചായിരുന്നു. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറക്കി ഞങ്ങളെ എല്ലാവരെയും കുന്തും തള്ളവും കുറച്ചടിക്കുകയൊക്കെ ചെയ്തു. സിസ്റ്റേഴ്സിനെ പെട്ടെന്ന് അവിടുത്തെ 2 ലേഡീസിന്റെ രണ്ടുപേർക്കും ഒന്ന് ഫാദറും ഉണ്ടായിരുന്നു, മറ്റൊരു ഫാദറും ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ആ ഫാദർ എന്ന് പറഞ്ഞാൽ എന്നെ ജസ്റ്റ് കാണാൻ വേണ്ടി എന്റെ ഇടവകയിൽ വന്നതായിരുന്നു. അപ്പം അന്ന് ഞാനിങ്ങനെ പറഞ്ഞു, പ്രിയ നമുക്ക് ഒരുമിച്ച് കുർബാനയ്ക്ക് പോയി, ഇന്ന വില്ലേജിൽ കുർബാന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയതാണ്. ആക്ച്വലി അച്ഛൻ ഈ ഇടവക്കാരനല്ല, ഫാദർ ജോജോ അല്ലേ? അപ്പൊ ഫാദർ ജോജോയ്ക്കും ഇപ്പോൾ എന്നോട് സംസാരിക്കുന്ന ഫാദർ ലിജോയ്ക്കും നിങ്ങൾ രണ്ടുപേർക്കും മർദ്ദനമേറ്റോ? ഞങ്ങൾക്ക് ചെറുതായിട്ട് അവര് ജസ്റ്റ് കൈയും കൊണ്ട് പുറത്ത് ഒന്ന് അടിച്ച് ഒന്ന് പുഷ് ആൻഡ് പുൾ ചെയ്ത്, അത്രേ ഉള്ളൂ. പക്ഷെ ശരിക്കും അടി കിട്ടിയത് ഞങ്ങളുടെ കാറ്റഗിസ്റ്റിനും പിന്നെ ഡ്രൈവറിനുമാണ്. ഓക്കെ, അവരെന്തു പറഞ്ഞാണ് ഫാദർ ഈ മർദ്ദിക്കുന്നത്? അവര് പറയുന്ന ഒന്നേ ഉള്ളൂ, ഈ രാത്രിയിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത്? ഇത് ആദിവാസി വില്ലേജ്, നിങ്ങൾ എന്തിനാണ് പോകുന്നത്? അപ്പൊ ആദിവാസി ആൾക്കാർ തന്നെ പറഞ്ഞു ഞങ്ങൾ വിളിച്ചാൽ മതി. പക്ഷെ അല്ല, അതൊന്നും കേൾക്കാനില്ല. നിങ്ങൾ എന്ത് ഞങ്ങളുടെ വീട്ടിൽ വരാത്തെ? എന്ത് ഈ ആദിവാസികളുടെ അടുത്ത് മാത്രം വരുന്നത്? നിങ്ങൾ മതപരിവർത്തനമാണ്, നിങ്ങൾ ഇത് ഈ ഇന്ത്യനെ അമേരിക്കയാക്കാൻ പോവാണ്. ഇപ്പൊ BJD അല്ല BJP ആണ് ഇത് രാജ്യം ഭരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഞങ്ങളെ ആക്രമിച്ചത്. അപ്പോഴും നമ്മൾ പോയ വീട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും വില്ലേജിലെ ആളുകൾ വന്ന് പറയുന്നില്ലേ ഇവർ ക്രിസ്ത്യാനികളാണ്, ഇവിടെ ഇതിന് വന്നതാണ്, മതപരിവർത്തനത്തിന് വന്നതല്ല എന്ന്? അവരെല്ലാരും പറയുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഇവര് കേൾക്കുന്നില്ല. അവരോട് തന്നെ ചൂടായിട്ട് 2-3 ലേഡീസ് വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ അവരൊന്നും കേൾക്കാനായിട്ട് അവര് കൂട്ടാക്കിയില്ല. പിന്നീട് പോലീസ് വന്നു 1 അരമണിക്കൂർ കഴിഞ്ഞിട്ട്. പോലീസ് വന്നു. FIR ഇട്ടോ? ഇപ്പോ നമ്മൾ പരാതി കൊടുത്തു, FIR ഇട്ടോ? ഇല്ല, നമ്മള് പരാതി കൊടുത്തിട്ടില്ല. കാരണം അവിടുന്ന് പോലീസുകാർ ഞങ്ങളെ എസ്കോർട്ട് ചെയ്ത് ഇവിടെ ഒരു ഹൈവേ വരെ എത്തിച്ച് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ചിട്ട്. അപ്പൊ അവരുടെ സൈഡിൽ നിന്ന് ഒരു FIR ഇല്ല, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു FIR ഇല്ല. പിന്നെ അത് കാരണം FIR കൊടുത്താൽ എങ്ങനെയിരിക്കും? കാരണം ഇതൊക്കെ ഒരു അവരുടെ ഒരു BJP മേഖലയാണ്. നമ്മൾ കൊടുത്താൽ ഭയമുണ്ടോ ഫാദർ? അവിടെ
ഭയമുണ്ടോ എന്നൊക്കെ ചോദിച്ചാല് ഭയമില്ലാതെ ഇല്ല, ഉണ്ട്. മനസ്സിലായി ഫാദർ, മനസ്സിലായി. നമ്മൾ പരാതി കൊടുത്താൽ, ഇനി പരാതി കൊടുത്താൽ അത് എങ്ങനെയായിരിക്കും ആ പ്രതികരണം എന്നുള്ളത് ഭയക്കുന്നുണ്ട് നമ്മൾ, അല്ലെ? ആശങ്കയുണ്ട്. ആശങ്കയുണ്ട്. കാരണം ഇത് കേരളത്തിലെ പോലെയല്ല, ഇവിടെ നമുക്ക് അധികം സപ്പോർട്ടൊന്നുമില്ല. നമ്മളൊരു ചെറിയൊരു മൈനോറിറ്റിയാണ്. ഇനി ഒഫീഷ്യൽ ലെവലിലും നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ആരുമില്ല. ഇനി അത് ചിലപ്പോൾ ഇവരുടെ ഇതൊക്കെ ഒരു ചെറിയ കാലത്തേക്കായിരിക്കും. നമ്മളടക്കമുള്ളവരെല്ലാവരും ഉണ്ട്. നാളെ ഇത് ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിക്കും. നമ്മൾ കൊടിക്കുന്നിൽ സുരേഷുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് ഈ വിഷയം നാളെ ലോക്സഭയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വാർത്താശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഫാദർ അത് തുടരുക. നമ്മുടെ രാജ്യത്ത് മതേതരത്വം ഉള്ളൊരു രാജ്യമാണ്. മതപരമായിട്ട് വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള എല്ലാവിധമായിട്ടുള്ള ഭരണഘടനാ അവകാശങ്ങളുമുണ്ട്. ഫാദർ തുടരുക. എന്തായാലും ഫാദർ ജോജോയോട് കൂടി അന്വേഷണം പറയുക. സുരക്ഷിതമായിരിക്കുക ഫാദർ.